നടക്കേണ്ട ജുമുഅ ദിവസം ഏറ്റവും മഹത്തായ സ്ഥലം പള്ളി. ഇവിടെ നിന്ന് നിക്കാഹ് നടത്തണമെന്ന് പഠിപ്പിച്ച മതം ഇസ്ലാം മാത്രമാണ്. മറ്റു മതങ്ങളെല്ലാം പൗരോഹിത്യത്തെ മതം ചിഹ്നമായി കാണുന്നു. ബ്രഹ്മചര്യ അത് ദൈവാരാധനയായി കാണുന്നു. ഇസ്ലാം ബ്രഹ്മചര്യയെയും പൗരോഹിത്യത്തെയും മതവിരുദ്ധമായി കാണുന്നു. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഞാനും നിങ്ങളും കണ്ടെത്താത്ത എത്രയോ അപ്പുറത്തേക്ക് കാണുമെന്നതിന് അനേകായിരം തെളിവുകളുണ്ട്. അതിലൊന്നാണ് ഈ നിക്കാഹ് എന്ന് പറയുന്നത്. കുട്ടിക്കാലങ്ങളിൽ അടുത്ത കാലം വരെ നിക്കാഹിനെ കുറിച്ച് ധാരാളം ആയത്തുകൾ, ഹദീസുകൾ, വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ഗർഭം ചുമക്കുന്നത്, പ്രസവിക്കുന്നത്, മുലയൂട്ടുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു തുള്ളി പാല് കൊടുത്താൽ അത് രക്തസാക്ഷിയുടെ തുള്ളിക്ക് തുല്യമാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഇത്രമാത്രമൊക്കെ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ ഒരു നൈസർഗിക വാസനയില്ലെന്ന് തോന്നാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചില സംഭവ വികാസങ്ങൾ, നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പത്രം വായിച്ചെന്നറിയില്ല, ഇത് ആഗസ്റ്റ് 9 കഴിഞ്ഞ ജൂലൈ ലാസ്റ്റ് വീക്കിൽ ഡൽഹിയിൽ നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ നടന്നിരുന്നു. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ പ്ലാനിങ്ങുകൾ, കർമ്മ പദ്ധതികൾ, അതിന് അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്, അംഗങ്ങൾ മുഖ്യമന്ത്രിമാരാണ്. ഒരാൾ പോലും ഒരു മുസ്ലിം ഉണ്ടാവണമെന്നില്ല. എന്നാൽ അവിടെ നടന്ന ചർച്ചയിൽ 2047 ആകുമ്പോഴേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ശതാബ്ദി 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോഴേക്ക് ഇന്ത്യ എന്താണ്, എന്തെല്ലാം തീരുമാനമെടുക്കണം? അതിൽ കുറെ സന്തോഷകരമായ തീരുമാനമുണ്ട്. ഇന്ന് 2024 ഇന്ത്യന്റെ ശരാശരി വയസ്സ് 71. 2047 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ശരാശരി വയസ്സ് 84 ഇപ്പോൾ ഇന്ത്യയിൽ 13 കോടി ജനങ്ങളാണ്. 47 ആകുമ്പോൾ ഇന്ത്യയിൽ 37 കോടി ജനങ്ങൾ വൃദ്ധന്മാർ. അപ്പൊ 13 കോടി ജനങ്ങൾ വൃദ്ധന്മാർ, 144 കോടി ജനങ്ങളുണ്ട്. അത് 13 കോടി ജനങ്ങൾ. എന്നാൽ അന്നത്തേക്ക് 160 കോടി ജനങ്ങളാണ്. അതിൽ 37 കോടി വൃദ്ധന്മാരാണ്. ഈ 37 കോടി ജനന്മാർ വൃദ്ധന്മാരാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വലിയ ആശങ്ക. പാശ്ചാത്യ രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ബർത്ത് റേറ്റ് കമ്മി ഇന്ത്യയിലും അനുഭവിക്കാൻ തുടങ്ങി. പലപ്പോഴും പല വേദികളും നിങ്ങൾ കേൾക്കാറുണ്ടാകും. ഇസ്ലാമിനെ വല്ലാതെ കൊച്ചാക്കുന്നത്, ഇസ്ലാമിനെ പരിഹസിക്കാൻ കാണുന്ന ഏക ആയുധം ഇസ്ലാം സ്ത്രീകൾക്ക് സമത്വം നൽകുന്നില്ല, സ്വാതന്ത്ര്യം നൽകുന്നില്ല, അവകാശം നൽകുന്നില്ല എന്നാണ്. എന്നാൽ ഈ സ്ത്രീ സംരക്ഷണവാദികളെന്ന് അവകാശപ്പെടുന്ന അവരെ കൊണ്ടുവന്ന ഭവിഷ്യത്ത് എന്ത് എന്നത്, ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നിടത്ത് നൽകുന്നുണ്ട്, വേണ്ട പോലെ നൽകുന്നുണ്ട്, എല്ലാം നൽകുന്നുണ്ട്, ജെൻഡർ ഈക്വാലിറ്റി വേണ്ടിടത്ത് നൽകുന്നുണ്ട്. എന്നാൽ ലോകത്ത് ഈ വാദഗതിക്ക് ആദ്യമായി തുടങ്ങിയ ചൈനയിലാണ്. ഇവിടെ ഇപ്പൊ 10-20 കൊല്ലമായിട്ടുള്ളൂ. ചൈനയിൽ 1960 തുടങ്ങി. ലിംഗ സമത്വം എല്ലാ മേഖലയിലും. പുരുഷൻ പോകുന്നവർക്കൊക്കെ സ്ത്രീ പോകണം, പുരുഷൻ ചെയ്യുന്ന ഒക്കെയും സ്ത്രീ ചെയ്യണം. അതുപോലെ തന്നെ സ്ത്രീകൾ 2, 3, 4 പ്രസവിച്ചാൽ ഇവിടെ പരിപാലിക്കാനും സംരക്ഷിക്കാനും ഗവൺമെന്റിനാർക്കും കഴിയില്ല. അങ്ങനെ ചൈന 1960 തൊട്ട് ബോധവൽക്കരണ ക്യാമ്പുകളും പലതും നടത്തി നോക്കി, വിജയിച്ചില്ല. 1978 ചൈന നിയമം കൊണ്ടുവന്നു, ഞാൻ 3 നമുക്ക് 1. അതും വേണ്ടത്ര വിജയിച്ചില്ല. 1980 കർശന നിയമം കൊണ്ടുവന്നു, ഞാൻ 3 നമുക്ക് 1. അതിലേറെ ഏതെങ്കിലും കുഞ്ഞി വന്നാൽ തൊഴിൽ ബഹിഷ്കരണം, അവന്റെ ഭീമമായ സംഖ്യ ഫൈന്, ഒറ്റപ്പെടുത്തുക. സഡൻലി ബ്രേക്കിട്ട പോലെ സ്ത്രീകളാരും
വിവാഹിതരാക്കേണ്ടത് തീരുമാനിച്ചു. സ്ത്രീകളെല്ലാം പൊതുരംഗത്തെത്തി ഹൈലി എഡ്യൂക്കേറ്റഡായി, ഹൈലി ക്വാളിഫൈഡായി, ഹൈലി പ്രൊഫഷണലുകളായി മാറി. അവർക്ക് ആരും ആശ്രയിക്കേണ്ടതില്ലാതെയായി മാറി. അവർ വിവാഹിതരാകാതെയായി മാറി. അവർ യുഗതകളുണ്ട് മതിയാക്കി. അപൂർവം ആളുകൾ വിവാഹിതരായ ഒന്നുകൊണ്ട് മതിയാക്കി. ഇവിടൊക്കെ ഉസ്താദുമാർ ഇതിനെ കുറിച്ചൊക്കെ വഴങ്ങു പറയുമ്പോ എല്ലാവരും കളിയാക്കും. പൂവാലന്മാർ ശല്യപ്പെടുത്തിയിട്ടാണ് സ്ത്രീകളെന്നെ ഇസ്ലാം വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു കൂട്ടിയിടുന്നത്. അതിന് പൂവാലന്മാരല്ലേ കൂട്ടിയിടേണ്ടത്, സ്ത്രീകളാണ് കൂട്ടിയിടേണ്ടത്. പക്ഷേ കഴിഞ്ഞ ഡിസംബറിൽ നാഷണൽ വിമൻസ് കോൺഫറൻസ് ചൈനയിൽ നടക്കുമ്പോ ചൈനക്കാരന്റെ 30 കൊല്ലത്തെ സഹോദരനെ ആരാധ്യനെന്ന് ചൈനക്കാർ ഉദ്ഘോഷിക്കുന്ന ഷീ ജിൻപിങ് പരസ്യമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ ജെൻഡർ ഈക്വാലിറ്റി നമുക്ക് വേണ്ട. നമുക്ക് സ്ത്രീകൾ വീട്ടിലിരിക്കട്ടെ, സ്ത്രീ വിവാഹിതയാവട്ടെ, സ്ത്രീ കുട്ടികൾക്ക് ഗർഭം ചുമക്കട്ടെ, സ്ത്രീ കുട്ടികളെ പ്രസവിക്കട്ടെ, സ്ത്രീ കുടുംബം നോക്കട്ടെ. എന്തേ കാരണം? കണ്ടാൽ അറിയാത്തത് കൊണ്ടാൽ അറിയും. അഥവാ കഴിഞ്ഞ വർഷം ചൈനയിൽ മരിച്ചത് ഇപ്പൊ ഇവിടെ 84 എന്നല്ലോ, അവിടുത്തെ ആയുർദൈർഘ്യം 90-95 ഞങ്ങൾ ചൈനയിലും റഷ്യയിലും അതുപോലെ തന്നെ യൂറോപ്പ് രാജ്യങ്ങളൊക്കെ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ എമിഗ്രേഷൻ കൗണ്ടറിൽ തന്നെ കാണുക 90-95 വയസ്സ് ആൾക്കാരാണ്. ഇവിടെ 30-35 വയസ്സ് ആൾക്കാരാണ്. അങ്ങനെയുള്ള വൃദ്ധന്മാർ കഴിഞ്ഞ വർഷം ചൈനയിൽ മരിച്ചത് 14 മില്യനാണ്, അഥവാ 1,40,00,000. ആ മരണത്തിനനുസരിച്ച് ജന്മമാണല്ലോ ഏതെങ്കിലും പ്രോസസ് നടക്കുള്ളൂ. മൈഡിൻ അക്കാദമിയിൽ 55 സ്ഥാപനമുണ്ട്, 30,400 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ശരീരത്ത് കോളേജ്, ദേവ കോളേജ്, പോളിടെക്നിക്, ബിഫാം, MBA, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അങ്ങനെ ഈ 55 സ്ഥാപനങ്ങളിൽ നിന്നായി ഒരു കൊല്ലത്തിൽ 3,500 കുട്ടികൾ പാസ് ഔട്ട് ആവും. അപ്പൊ അതിന് മഴ നിലനിൽക്കണമെങ്കിൽ 4,500 കുട്ടികൾ ഒരു കൊല്ലം ഈ 55 സ്ഥാപനങ്ങൾ അഡ്മിഷൻ കൊടുക്കും. ഈ അഡ്മിഷൻ ഇല്ല, 10 കൊല്ലം അഡ്മിഷൻ ഇല്ല, ആദ്യം കൂട്ടേണ്ടി വരും. അപ്പൊ ചൈനയിൽ കഴിഞ്ഞ വർഷം 14 മില്യൺ ജനങ്ങൾ മരിച്ചപ്പോ ജനിച്ചത് 20 മില്യൺ ആവേണ്ടിയിരുന്നു. പക്ഷേ ജനിച്ചു കഴിഞ്ഞ 9 മില്യനാണ്. 9 മില്യൺ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം കുട്ടികളുടെ കുറവ്. ഈ പോക്ക് പോയാൽ ചൈനയിൽ വൃദ്ധന്മാരാവുകയും അവരെ പരിചരിക്കാൻ ഡോക്ടർമാരുണ്ടാവൂല, നേഴ്സുമാരുണ്ടാകൂല, ആരാരുമാരെ നോക്കാനുണ്ടാകൂല. ആയതുകൊണ്ടാണ് ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞത് സ്ത്രീകൾ വീട്ടിലിരിക്കട്ടെ, സ്ത്രീ വിവാഹിതയാവട്ടെ, സ്ത്രീ കുട്ടികൾക്ക് ജന്മം നൽകട്ടെ എന്നത്. റഷ്യ പ്രസിഡന്റ് പറഞ്ഞാൽ കേട്ടാൽ ചിരി വരും. ഓരോ സ്ത്രീയും 8 കുട്ടികളെങ്കിലും ചുരുങ്ങിയത് പ്രസവിക്കണം. എന്താ 8 കുട്ടികൾ പ്രസവിക്കാറാ? 8 അപ്പം ചുട്ടുക്കല. വ്യാഴ്ചയൊക്കെ കുട്ടിക്ക് വ്യാഴ്ചമാരൊക്കെ ഉണ്ടാകുന്നതാ. എന്തേ കാരണം? ചൈനയിൽ ബർത്ത് റേറ്റ് കുറഞ്ഞു, ജനസംഖ്യ കുറഞ്ഞു. റഷ്യൻ യുക്രൈൻ യുദ്ധം നടന്നപ്പോ കുറെ ആൾക്കാർ മരിച്ചു, കുറെ ആൾക്കാർ പാലാഞ്ചേരി മൈഗ്രേഷൻ വന്നു. അപ്പൊ ഇനി അത് പരിഹരിക്കണമെങ്കിൽ 8 കുട്ടികളെങ്കിലും പ്രസവിക്കാം. എന്നാ ദക്ഷിണ കൊറിയയില് പ്രസിഡന്റ് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, സ്ത്രീകളെ നിങ്ങൾ പ്രസവിക്കുവിൻ. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യ പ്രധാനമന്ത്രി ശരിവെച്ചത്, മുഖ്യമന്ത്രിമാര് അഭിപ്രായപ്പെട്ടത്, ഈ അവസ്ഥ 2047 ആകുമ്പോഴേക്ക് ഇന്ത്യക്ക് വരാനിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കേരളത്തിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ചെന്ന് നോക്കിയാൽ അവിടെ 15 ലക്ഷം വീടുകളാണ് വിൽപ്പനക്ക് വെച്ചത്. വീട് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ കുറഞ്ഞ വിലക്ക് കിട്ടും അവിടെ ചെന്നാൽ. കാരണം എന്താ? അവിടുത്തെ കുട്ടികളൊക്കെ UK-യിലേക്കും US-ലേക്കും ചൈനയിലേക്കും പോയി, അച്ഛനും അമ്മയും മരിച്ചും പോയി, വീട്ടിലാരും ഇല്ലാതെയായി മാറി. ഇവിടെ ദീർഘകൃതിയുള്ള മതമാണ് ഇസ്ലാം എന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ പടച്ച് ആദ്യം തന്നെ ഹവ്വാ റളിയല്ലാഹുഅൻഹയെ പടച്ചത്. ഉടൻ ഇണ തീർക്കുക ചെയ്തത്. അതിന് മഹ്റായി സ്വലാത്ത്, അൽഹംദുലില്ലാ അവിടെ 313 സ്വലാത്ത് ഇവിടെ ചെല്ലി. കാരണം ആള് വരുന്നവരെ പള്ളിയിൽ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണത്. ഈ നിക്കാഹ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അബ്ദുൽ ബാരി എന്റെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, മഴവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അബ്ദുൽ ബാരി. മകനി കൈറോ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഉസ്മാൻ ഹാജി, അതിന്റെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിൽ അവരുടെ ഹജ്ജിനെ കബൂലാക്കണേ അല്ലാഹ്.
അബ്ദുൽ ബാരിയുടെ അളിയനാണ് സുലൈമാൻ അൻസരി. സുലൈമാൻ അൻസരിയുടെ മകനാണ് ഫാസിൽ അദനി. മഅദിലാണ് ഇത്രയും കാലം പഠിച്ചത്. അൻവർ സാഹിബ് ബുറൈനി. ബുറൈനി ചെല്ലുമ്പോഴൊക്കെ നന്നായി സഹായിക്കുന്നതാണ്. ഈ ഇരിക്കുന്നവരൊക്കെയും ഞാനുമായി എന്റെ മഅദിനുമായി അത്ര ബന്ധപ്പെട്ടത് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷവാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. 1050 കൊല്ലമായി ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം കലാലയമായ അസ്ഹർ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് ഈ 1050 കൊല്ലങ്ങൾക്കിടയിൽ ഇന്നേ വരെ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് അവിടുത്തെ ഡിഗ്രിയിൽ നിന്ന് ഫസ്റ്റ് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 140 രാജ്യങ്ങളുടെ കുട്ടികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അവിടെ 7 കൊല്ലം മഅദിനിൽ പഠിച്ച സ്വാലിഹ് അദനി ഫസ്റ്റ് റാങ്ക് വാങ്ങിയത് 1050 കൊല്ലങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് റാങ്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 140 രാജ്യങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നിടത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യ വാർത്ത. അതുപോലെ തന്നെ രണ്ടാമതൊരു വാർത്ത ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാലറിയാം. ദുബായ് ഭരണാധികാരി മുഹമ്മദ് റാഷിദ് തഹദ്ദി അൽ ഖിറാഅത്തിൽ അറബി അൽ ആലമി ലോകതലത്തിൽ അറബിക് റീഡിംഗ് ചലഞ്ച് അതിൽ കിട്ടുന്ന ഫസ്റ്റ് പ്രൈസ് നമ്മൾ സമ്മാനം കൊടുക്കുമ്പോഴല്ല. നമ്മൾ സമ്മാനം കൊടുക്കുന്ന സോപ്പും പെട്ടി ക്ലാസ്സൊക്കെയാണ്. അവിടെ കൊടുക്കുന്ന $1.5 മില്യൺ $1.25 കോടി രൂപ ഇന്ത്യൻ രൂപ. പഠിപ്പിച്ച സ്ഥാപനത്തിന് 50 മില്യൺ അഥവാ 3/4 കോടി ഏകദേശം 65 ലക്ഷം. പഠിപ്പിച്ച ഉസ്താദിന് $10,000. അൽഹംദുലില്ലാഹ് ഇത്തവണ ഇന്ത്യ ലെവലിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ 3 കുട്ടികളും മഅദിൻ സന്തതികളാണ്. നാളെ അവർ മഅദിനിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റില് അവര് ദുബായിലേക്ക് പോവുകയാണ്. SSF നടത്തിയ 30കളിൽ നാഷണൽ ലെവലിൽ ഫസ്റ്റ്. ഇങ്ങനെ അൽഹംദുലില്ലാഹ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അക്കാദമിക് തലത്തിലും കണ്ണിന് കാഴ്ചയില്ലാത്തവർ, സംസാരശേഷിയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ ഇവരൊക്കെയും ഉന്നത സ്ഥാനത്ത് എത്തിച്ചത് അൽഹംദുലില്ലാഹ് നിങ്ങൾ ചെയ്ത പ്രിയപ്പെട്ട അബ്ദുൽ ബാരിയും പ്രിയപ്പെട്ട ഉസ്മാൻ ഹാജിയും നിങ്ങളെല്ലാവരും നൽകിയ സംഭാവനകളാണ്. ആ സന്തോഷം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുകയാണ്. അർഹമുർ-റഹീമായ അല്ലാഹ് ഈ കുടുംബജീവിതം എല്ലാ അർത്ഥത്തിലും സന്തോഷപൂർണ്ണ കുടുംബജീവിതമാക്കണേ അല്ലാഹ്. ധാരാളം സാദാത്തുക്കളിൽ അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട താനാർ ചെയ്തവர்கள், അതുപോലെ തന്നെ കടലുണ്ടി 8-4 സെന്റ് പള്ളി ഈ മുദരിസായി ഇമാമായി സേവനം ചെയ്യുന്ന പാണക്കാട് ഷെയ്ഖ് മിൻഹാജ് തങ്ങൾ, അതുപോലെ തന്നെ ഈ താനാളൂര് ഖത്തീബ്, അതുപോലെ തന്നെ മുഅദ്ദിന് ധാരാളം ഉസ്താദുമാർ, കാരണവന്മാർ എല്ലാവർക്കും നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇജ്ജത്ത് നൽകണേ. അൽഹംദുലില്ലാഹ് ഇത് കേവലം ഒരു പള്ളി മാത്രമല്ല. പള്ളി നന്നപ്പോൾ പോയി നോക്കിയ ആസ്ട്രോണമി സെന്റർ, ഗോളശാസ്ത്രത്തിൽ ലോകത്ത് അത്യപൂർവങ്ങളായി ലഭിക്കുന്ന ഉസ്തുല്ലാബ്, വാന നിരീക്ഷണ കേന്ദ്രം, മാസക്കറവി കാണാൻ, അങ്ങനെ പലരും സജ്ജീകരിച്ചത് ആ ഡൂമിൻ്റെ ഉള്ളിൽ. അത് വെറും എല്ലാ സ്ഥലത്തും ഡൂമുണ്ടാവും. ഡൂമിൻ്റെ ഉള്ളിൽ കാര്യമായിരിക്കും, മറ്റൊക്കെ ആയിരിക്കും. ഇവിടെ അതല്ല. അത്യപൂർവങ്ങളായ ശേഖരങ്ങൾ അമേരിക്കയിൽ നിന്ന്, UK നിന്നൊക്കെ സംഘടിപ്പിച്ച സ്റ്റെതസ്കോപ്പ് ഇത്യാദി തുടങ്ങിയതൊക്കെ പള്ളിയുടെ അടിയിൽ ഓഡിറ്റോറിയം, കോമേഴ്സ് ഓഡിറ്റോറിയം, സദാസമയത്തും അവിടെ വിദേശ ഭാഷകൾ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ദിക്ർ സ്വലാത്തുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ഒരു സ്ഥാപനം കൂടിയാണ്. ഇവിടുത്തെ മുതാലിമീങ്ങളൊക്കെയും അൽഹംദുലില്ലാഹ് ഹാഫിളീങ്ങളാണ്. 40 ഹാഫിളീങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ണുണ്ടിയിൽ നിന്ന് SLC +2 12ഓളം പേര് ഫുൾ A+. കൂടാതെ മുഴുവൻ ഹിഫ്ളാക്കുക. എന്നാലോ കിതാബ് നല്ല കഴിവുണ്ടാകുക. എന്നാലോ +2ലൊക്കെ ഈ ഹാഫിളീങ്ങൾ A+ വാങ്ങുക. ഇതാണ് മഅദിലുണ്ടാക്കുന്ന ഓരോ വലിയ വലിയ അക്കാദമിക് തലത്തിലുണ്ടാകുന്ന ഈ വിപ്ലവങ്ങളാണ് 1997 ജൂൺ 6 തുടങ്ങിയ സ്ഥാപനം ഈ 27 വർഷമാകുമ്പോഴേക്ക് 30,400 കുട്ടികളിലേക്ക് എത്തിച്ചത്, 55 സ്ഥാപനങ്ങളായി മാറിയത്. ഈ അക്കാദമിക തലത്തിലുണ്ടായ ആത്മീയ രംഗത്തുണ്ടായ ശരി മാനസിക ശാരീരിക വൈകല്യങ്ങളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ടാണ്. ഇതിന്റെ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങൾക്കും നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وسلم ومولانا محمد صلاة ترضيك وترضيه وترضى بها يا رب العالمين.